തർക്കമുണ്ടായാൽ തല്ലിത്തീർക്കുന്ന ആചാരം കാലഹരണപ്പെട്ടെന്ന് കരുതിയിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാസർഗോഡ് കോൺഗ്രസിലേക്കൊന്ന് നോക്കൂ. കോൺഗ്രസുകാർ തമ്മിലുള്ള തർക്കം തല്ലിത്തീർക്കാൻ DCC ഓഫീസ് തന്നെ തുറന്നുകൊടുക്കുന്ന കോൺഗ്രസിനോളം ജനാധിപത്യം മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്? ചിലയിടങ്ങളിൽ ഉച്ചവരെ കോൺഗ്രസിന് വേണ്ടി പ്രചാരണം നടത്തിയവരെ വൈകിട്ട് കാണുന്നത് BJP പോസ്റ്ററിലാണ്. പൊട്ടിത്തെറി എന്ന വാക്ക് ഉപയോഗിക്കാൻ തന്നെ ഇനി കോൺഗ്രസിൽ നിന്നും കോപ്പിറൈറ്റ് വാങ്ങേണ്ട അവസ്ഥയാണ്. കൂട്ടയടിയും തമ്മിൽ തല്ലുമൊക്കെ പഞ്ചായത്തുകൾ തോറും ഉണ്ടെങ്കിലും VM വിനുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഹൈക്കോടതി തങ്ങളെ എടുത്തിട്ട് കുടഞ്ഞെന്ന് വാർത്താ സമ്മേളനം വിളിച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ താരം. DCC അധ്യക്ഷന്റെ പ്ലാൻ B പച്ച പിടിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. വിനുവിന്റെ പേരില്ലാത്തതിന് കാരണം CPIMന്റെ ഗൂഢാലോചന എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലരെങ്കിലും കരുതും കോഴിക്കോട് കോർപ്പറേഷനിൽ കഴിഞ്ഞ 5 വർഷം കോൺഗ്രസുകാരനിരുന്ന മേയർ കസേര അടുത്ത കോൺഗ്രസുകാരനെ വരവേൽക്കാനായി കാത്തിരിക്കുകയാണെന്ന്. എന്നാൽ എന്താണ് കോഴിക്കോട് കോർപ്പറേഷനിലെ 2020 കക്ഷിനില? ആകെ സീറ്റ് 75, LDF 51, UDF 17, BJP 7. 2015 LDF 50, UDF 18, BJP 7. അതായത് 2015 ആകെ ഉള്ളതിൽ ഒന്ന് കളഞ്ഞാണ് 2020 തന്നെ എത്തിയത്. അപ്പോൾ കൂട്ടയടിയിലും കൂട്ടരാജിയിലും പെട്ടിരിക്കുന്ന ഇത്തവണ സംസ്ഥാനത്താകെ എന്താകും അവസ്ഥ? VD സതീശൻ പണ്ട് പറഞ്ഞ റെഡ് അലേർട്ടിന്റെ അർത്ഥം ഇപ്പോഴാകും കോൺഗ്രസുകാർക്കൊക്കെ ശരിക്കും മനസ്സിലായത്.